ശിവായ ഓം നമ 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 ശിവായ മഹാനുഭാവ അതിബലവന്ദ നമോ നമോ ശ്രീരാമഭക്ത നമോ നമോ ഹേ രാമദൂത ഹേ രാമഭക്ത ഹേ രാമദാസ നമോ നമോ ഹേ രാമദാസ നമോ നമോ ഓം ശക്തി 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 ഓം ഗണപതിയേ പാട്ടുകൾ പാടാൻ ഗണപതിയേ ഗണപതിയേ ശരണം ഗണപതിയേ ഗജമുഖനേ ശരണം ശരണം ഗജാനന ഗീതയുടെ എല്ലാ ചാപ്റ്ററുമാണ് ഓരോന്നിലും വരണത്. ഇന്ദ്രജിത്തിന്റെ അച്ഛന്റെ പേരെന്താ? ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ്? എല്ലാരും അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. രാവണന്റെ ശ്രീരാമഭക്തനായ സഹോദരൻ മാരീചന്റെ ശബ്ദം കേട്ട് സീതയെ ഉപേക്ഷിച്ച് സീതയെ ഒറ്റയ്ക്കാക്കി ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്ക് വരുമ്പോൾ രാമൻ എല്ലാം അറിയാം, രാമൻ ഭഗവാനാണ്, രാമൻ എല്ലാം അറിയാം. എങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ മനുഷ്യനെ പോലെ പെരുമാറാൻ തീരുമാനിക്കുകയാണ്. അതേ ലക്ഷ്മണനെ കളിപ്പിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹത്തിന് ഉൾതാപമുണ്ട്. എങ്കിലും മനുഷ്യനായി അവതരിച്ചു. മനുഷ്യന്റെ എല്ലാ മോശം സ്വഭാവങ്ങളും കാണിക്കണം. അദ്ദേഹം കരയാൻ തുടങ്ങുന്നു. സീതയെ ഒറ്റയ്ക്കാക്കി എന്തിനു നീ വന്നു എന്ന് ചോദിക്കുന്നു. ലക്ഷ്മണൻ ഇതൊന്നും അറിയാതെ ലക്ഷ്മണൻ അവിടെ നടന്ന കാര്യങ്ങളും
സീത പറഞ്ഞ മോശം കാര്യങ്ങളും മുഴുവനായി പറയാൻ കഴിയുകയില്ല, എങ്കിലും പറയാവുന്നത്ര രാമനോട് പറയുകയാണ്. അതിനുശേഷം രാമൻ ചോദിക്കുന്നുണ്ട്, എങ്കിലും നിനക്ക് തെറ്റു പറ്റിയല്ലോ ലക്ഷ്മണ എന്ന് രാമൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവര് സീതയെ അന്വേഷിച്ച് പോവുകയാണ്. ജഡായുവിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ജഡായുവിന്റെ പക്ഷങ്ങൾ ഛേദിച്ചു രാവണൻ. സീത വരം കൊടുത്തു, നിന്നെ രാമനെ കാണുന്നത് വരെ നിനക്ക് ജീവൻ ഉണ്ടാകുമെന്ന്. അപ്പൊ ശ്രീരാമനെ കണ്ടു. ശ്രീരാമൻ കാണുമ്പോൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ ശത്രുവാണെന്ന് കരുതി നിഗ്രഹിക്കാൻ ഒരുങ്ങുമ്പോൾ ജഡായു തന്നെ പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛന്റെ വയസ്യനാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. രാമനെ സീതയെ കൊണ്ടുപോയത് രാവണനാണ്. ദിക്ക് പറഞ്ഞു കൊടുത്തു, ഇന്ന ദിക്കിലേക്കാണ് പോയത്. അതിനുശേഷം രാമൻ അനുഗ്രഹിക്കുകയാണ് ജഡായുവിനെ. ജഡായു സ്തുതിയോടുകൂടി ജഡായു ദേഹം വെടിഞ്ഞു പോവുകയാണ്. അതിനുശേഷം അവർ വീണ്ടും അന്വേഷിക്കുന്നു. കബന്ധനെ കാണുന്നു. കബന്ധന്റെ വിചിത്ര രൂപം കാണുന്നു. അപ്പോൾ തന്നെ 2 കൈയും രാമനും ലക്ഷ്മണനും ഓരോ കൈ വെച്ച് അറുത്ത് കളയുന്നു. അറുത്ത് കളയുമ്പോൾ കബന്ധൻ തന്റെ പൂർവ്വകാല ചരിതം പറയുന്നു. കബന്ധൻ അഷ്ടാവക്രനെ കണ്ട് അപഹസിച്ചത് മൂലമാണ് ഇങ്ങനെ വികൃത വേഷമുണ്ടായത്. രാമനെ കാണുമ്പോൾ മോക്ഷം കിട്ടുമെന്നാണ് ശാപമോക്ഷം കൊടുത്തിരിക്കുന്നത് അഷ്ടാവക്രൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജഡായു നല്ലവനായിരുന്നു, കബന്ധൻ ദുഷ്ടനായിരുന്നു. എങ്കിലും രണ്ടുപേർക്കും ഒരു സമയം കൊടുത്തു. രാമനെ കണ്ടിട്ട് 2 തരം മോക്ഷമാണ് അവിടെ. ജഡായു നല്ല ജീവിതം ജീവിച്ചിട്ട് രാമനിൽ വിലയം പ്രാപിക്കുകയും, കബന്ധൻ ഒരു അത്ര മോശമല്ല എങ്കിലും മോശമായ രീതിയിൽ ജീവിച്ച് ശാപമോക്ഷം കിട്ടി അവസാനം രാമനിൽ തന്നെ ലയിക്കുകയാണ്. കബന്ധന്റെ സ്തുതിയുണ്ട്, അതും വളരെ വിശേഷപ്പെട്ടതാണ്. ഏത് സ്തുതി വായിച്ചാലും നമുക്ക് അതിനടിയിൽ കാണാൻ കഴിയും. ഈ സ്തുതി പഠിക്കുകയും ഈ സ്തുതി എഴുതി പഠിക്കുകയും ചൊല്ലി പഠിക്കുകയും ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കും. നമ്മളെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും തെറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അഹല്യ സ്തുതിയോ കബന്ധ സ്തുതിയോ ജഡായു സ്തുതിയോ ദിവസേന ചൊല്ലിയാൽ നമുക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. പിന്നെ അവര് ശബരിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതും പറഞ്ഞു കൊടുക്കുന്നത് കബന്ധനാണ്. ശബരിയുടെ ആശ്രമം ഇന്ന് ദിക്കിൽ ചെന്നാൽ ശബരിയുടെ ആശ്രമം കാണും. ശബരി നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും സീതയെ കണ്ടുപിടിക്കാൻ. അങ്ങനെ ശബരിയുടെ ആശ്രമത്തിൽ ചെല്ലുകയാണ്. ശബരി രാമായണത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. ശബരിയുടെ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. അത്രയും ഭക്തി നിഷ്കളങ്കമായ വ്യക്തിയാണ്. ശബരി വരുന്ന രാമനും ലക്ഷ്മണനും വരുമ്പോ അവർക്ക് ഫലമൂലാദികൾ സേവിക്കാൻ കൊടുക്കുകയും അതിൽ ഓരോ പഴങ്ങൾ എടുത്ത് കടിച്ചു നോക്കി നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് രാമന് കൊടുക്കുന്നത്. ഭഗവാന് നമ്മുടെ കടിച്ചു നോക്കിയ ബാക്കി ഭാഗമാണ് ഭഗവാന് കൊടുക്കുന്നത്. ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ ചോദിക്കും, ഇത് എങ്ങനെയാന്ന്, ഒരാളുടെ എച്ചിലല്ലേ രാമൻ ഭക്ഷിക്കുന്നത്. അന്നേരം പറയുന്നത് ഭക്തിയാണത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പൂജ ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും നാമം ചെല്ലുമ്പോൾ എന്തെങ്കിലും തെറ്റിയാൽ അതിലൊന്നും ഇതില്ല. നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മൾ എത്ര ഭക്തിയോടാണ് അത് ചെയ്യുന്നത്, എത്രയോ മനസ്സർപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത്, അതേ ഭഗവാൻ നോക്കുകയുള്ളൂ. കണ്ണപ്പന്റെ കഥയില്ലേ, കണ്ണപ്പന്റെ അദ്ദേഹം ശിവന് സമർപ്പിക്കുന്നതെല്ലാം, അതായത് ശിവൻ അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നത്, അതായത് വനവാസം അല്ലെങ്കിൽ ഈ കാട്ടില് വേടനായിട്ട് നടന്നിരിക്കുന്ന സമയത്ത് മണി കിലുത്തം കേൾക്കുന്ന ആ സമയത്ത് ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ കൂടെ വന്നവർ പറയുന്നു, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശിവനാണ്, അദ്ദേഹമാണ് സൃഷ്ടി സംഹാരം എല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പോകും. ആ സമയത്ത് അദ്ദേഹം പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് കൂടെയുള്ള ആൾ പറയുന്നു. ശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നീ എന്തെങ്കിലും കരുതണം. അപ്പോൾ അദ്ദേഹം കരുതുന്നത് വായിൽ കുറച്ച് അത് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളമോ പൂക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസാദമായിട്ട് കഴിക്കാനായിട്ട്. അവർ കഴിക്കുന്നത് മാംസമാണ്. അപ്പോൾ മാംസം കുറച്ച് നല്ല ഭാഗം എടുത്ത് കയ്യിൽ കരുതുന്നു. പിന്നെ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല, അപ്പോൾ വായിലാണ് വെള്ളം എടുക്കുന്നത്. പൂക്കളെടുത്തിട്ട് വേടന്റെ തലയിലാണ് വെക്കുന്നത് പൂക്കൾ. അതായത് മുടിക്കിടയ്ക്ക് വെച്ചിട്ട് ശിവന്റെ അടുത്ത് പോയി അവിടെ കൊണ്ട് ആ വായിന്ന് തുപ്പുകയാണ് ചെയ്യുന്നത്. ശിവലിംഗത്തിൽ തുപ്പി അല്ലെങ്കിൽ ആ പൂക്കൾ അർപ്പിച്ച് കയ്യിലിരുന്ന് മാംസം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ദിവസം അദ്ദേഹത്തിന് സന്തോഷമായി. എന്നിട്ട് തിരിച്ചു പോയി ശേഷം അടുത്ത ദിവസം എന്താ പറയുക, തിരുവേനി അല്ലെങ്കിൽ അവിടുത്തെ പൂജാരി വന്നു കഴിയുമ്പോഴത്തേനാണല്ലോ മാംസം വൃത്തികളായിട്ട് കിടക്കുന്നു, വളരെയധികം അരിശം വരുന്നു. പിന്നെ അത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിന് വളരെ കണ്ണപ്പന് നല്ല സന്തോഷം തോന്നുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് അതിൽ വേട്ടയാടാൻ പോകുമ്പോഴത്തേനും അദ്ദേഹത്തിന് തോന്നും ആ ശിവക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ പോയി അവിടെ
ഇതുപോലെ തന്നെ മാംസവും എടുത്ത് പൂക്കളും എടുത്തിട്ട് പോയി പൂജ ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷം വരുന്നു. അപ്പൊ പൂജാരി ഒരു ദിവസം ഇതാരാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഇത്രയും വൃത്തികേടാക്കുന്നതെന്ന് അറിയാനായിട്ട് അത് എന്താ പറയുക, ആരാണ് വൃത്തികേടാക്കുന്നത് അറിയാനായിട്ട് ഒരു ദിവസം ഡോറിന് പുറകില് രാത്രി അദ്ദേഹം തിരിച്ചു പോകുന്നില്ല പൂജ ചെയ്യാതെ. അപ്പോ അവിടെ നിന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു ഈ കണ്ണപ്പൻ വരുന്നു, ഇങ്ങനെയൊക്കെ പൂജ ചെയ്യുന്നു, വൃത്തികേടാക്കുന്നു, പോകുന്നു. അതിനുശേഷം കണ്ണപ്പനെ വിളിച്ച് വളരെയധികം അടി കൊടുക്കുന്നു, അദ്ദേഹത്തിനെ ഉപദ്രവം ചെയ്തിട്ട് വിടുന്നു. ആ കഥ അറിയായിരിക്കും അല്ലെ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന് രാത്രിയിലുള്ള നിദ്രയിൽ ഒരു സ്വപ്നത്തിലെ ശിവൻ വന്ന് പറയുന്നു, എന്റെ ഏറ്റവും നല്ലൊരു ഭക്തനെ നീ ഉപദ്രവിച്ച് വിട്ടു, അത് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ നാളെ വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ വന്ന് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുന്ന സമയത്താണ് കണ്ണിൽ നിന്നും രക്തം വരുന്നതും കണ്ണപ്പൻ സ്വന്തം കണ്ണ് കൊടുക്കുന്നതും. അതിനുശേഷം ഒരു കണ്ണ് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കണ്ണെടുക്കണമെങ്കിൽ എവിടെയാണെന്ന് അറിയണം. അതിന് കാലിന്റെ തള്ളവിരൽ അവിടെ വെച്ചിട്ട് വീണ്ടും അടുത്ത കണ്ണ് ചൂഴ്ന്നെടുത്ത് വീണ്ടും കണ്ണ് വയ്ക്കുന്നു. ആ ഒരു ഭക്തി അല്ലെ. അതിനുശേഷം ശിവൻ സ്വയം പ്രത്യക്ഷനാണെന്നും എന്താ പറയുന്നത്, കാമരൂപിണം മാരീചാസുരമേതു കൊന്നു വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേവരു. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീതാ ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽകുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിധം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും. ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടാൻ. വർണ്ണശാലയിൽ സീതയ്ക്കാരൂ തുണയുള്ളൂ, എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ട് മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കുന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വര. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഗുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താളെന്നോട്. പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ. സദാപത്തോട് ഞാൻ കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്ദിപ്പാൻ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ. ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഘോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രക്ഷസാപരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൾ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞ് ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളൻ ആത്മാരാമൻ നിർഗുണാനാത്മാനന്ദൻ.
ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകി ദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു. വനജേക്ഷണയായ സീതയെ സത്യം ചൊല്ലിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു. മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു. പക്ഷളാക്ഷിയെ നമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്ടരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡനാം വൃന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിതേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായ്കയാൽ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാപുരമടവിയിൽ ശാസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിരുന്നു മധ്യേ മാർഗം. അന്നേരം സൗമിത്രയോടരുളി ചെയ്തു രാമൻ, നിജമായൊരു രഥം കാണണോ കുമാരാനീ. തന്നങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേക്കോ പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാതുധാനിന് കിടക്കുന്നതത്ത് നീ കണ്ടീലയോ. കൊല്ലുവാൻ അവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നത് കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വന്ധ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ മിത്രമെത്രയും തവ ദാതനു വിശേഷിച്ചും നിക്തനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്ന നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു അടുത്തവനെ യുദ്ധം. ശ്രീരാമ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിത്തുമഴ്ത്തിയതേ. ശ്രീരാമു വന്ദേമാരേ ശ്രീരാമസ്തുതിയോടെ തുടങ്ങിയ എന്നിട്ട് കുറെ പേര് വരണം. സൂര്യ നമസ്കാരം പിന്നെ ഓംകാരം ഒരു പ്ലേറ്റ് മാറ്റിയില്ല.
ഭദ്രം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. सरस्वती നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्. സന്ധ്യനാമം എടുക്കാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ രാമ മനോഹര മനോഹരാഗ പാഹി മാം രാമ രാമ പാഹി മാം മുക്തിദായകം പുരന്ദരാജ സേവിത ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം ഗ്രഹിക്ക സാദരം മാധവാശികാമണേ മുകുന്ദ രാമ പാഹി മാം വിലോർമ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോദിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹി മാം പന്നഗാരി വാഹന മുകുന്ദ രാമ പാഹി മാം കാൽത്തടയിലടിയിണു കോപ്പമെന്നുടെ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്യമാ പാരിടെ ദരിദ്ര ദുഃഖമേകിടാതെനിക്കു നീ ഭൂരിമോദമേകണം മുകുന്ദ രാമ രാഹിമ ശ്രീകരം ഭവിക്കണം എനിക്കു ശ്രീപദേ വിഭോ ശ്രീനിധേ ദയാനിധേ മുകുന്ദ രാമ പാഹി മാം വിഘ്നമോക്കയോഗ്യവ്യക്തി വിശ്വകീർത്തി ബുദ്ധിയാൽ വന്നിടാനനുഗ്രഹിക്ക രാമ രാമ പാഹി മാം വിത്തവാനുമാകണം വിശേഷ ബുദ്ധി തോന്നണം വിശ്വനായക വിഭോ മുകുന്ദ രാമ പാഹി മാം രോഗപീഡ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിട ദേഹരക്ഷ ചെയ്യണം മുകുന്ദ രാമ പാഹി മാം പുത്രമിത്രയുമൊഴിച്ചു നീ മിത്രവംശ സംഭവാ മുകുന്ദ രാമ പാഹി മാം ജന്മമുക്തി വന്നിടാനിരിക്കുമായി വരണമേ മുകുന്ദ രാമ പാഹി മാം ജാനകി മനോഹര മനോഭിരാമ പാഹി മാം ദീനരക്ഷക വിഭോ മുകുന്ദ രാമ പാഹി മാം ോടു മധ്യമായ വിശ്വമായവ വക്ഷസാകി സംഭവിച്ച രാമ രാമ പാഹി മാം ധർമ്മമോട് മന്ദിരമുയർത്തുവാനുടൻ പൂർവമായ ആദരിച്ച രാമ രാമ പാഹി മാം പാരിടം പിളർന്നു ചെന്നു ദേശമേലെ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ടു രാമ രാമ പാഹി മാം നാരസിംഹം രൂപമായ ധരിച്ചു നീപുര നീരയായി ഹിരണ്യച്ചു രാമ പാഹി മാം ഞങ്ങളന്നു വാങ്ങുവാൻ
സാധനായ വാമനാമുകുന്ദ രാമ പാഹി മാം ഭംഗിയായ ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നു തിരിച്ച രാമ രാമ പാഹി മാം ഭൂമി ഭാരമാരുദൈവോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം ആലയാലയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം മൂവരോടും ആദരേണ മന്ദിരേ സാദരം വളർന്ന രാമ പാഹി മാം ജാഗരക്ഷൈവന്നു യോഗിയാം മുനീന്ദ്രനോ രാഗമിച്ച രാഘവ മുകുന്ദ രാമ പാഹി മാം വില്ലുമാമ്പുമായി പിറക്കെ ലക്ഷ്മണനുമായുടൻ ഉല്ലസിച്ചു നിർഗമിച്ചു രാമ രാമ പാഹി മാം മന്ത്രവഗ്രഹിച്ചു മോദമായി വനമ്പ ഹരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം 300 ചെയ്തു കുപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനു ആനന്ദ വിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു ഹരേ രാമ ഹരേ രാമ കൊടുത്ത ശ്രീരാമനല്ലേ പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. Photographer, give space. ആരതി എല്ലാവരും എടുത്തോളൂ. ശ്രീകാം ആരതി 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 അതൊക്കെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് ഹരേ രാമ സീതാരമണ ഹരേ സയോഗ്യനാഥ ശുഭകരദായക സ്വാമി ഹരേ രാമ ഹജരത രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ ഭരത രാജ ഹരേ
പ്രഭുരാമ പ്രിയ രാമായണ കഥിത രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമ ശോകാനവതരണ അഖിലാധാര ജഗദോധാരക ഗുരുവായൂരേശ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ ജയ രാമ സവദ പങ്കജമണിയനുചരണം സതതം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ രാമ ദശരഥ ഹരേ അയോധ്യനാഥ ഭരനായക സ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ വിശ്വനാരം സദാവസന്തം ഹൃദയാരവിന്ദേ സദം അത് കയ്യിൽ പിടിച്ചോ, ഒരു മിനിറ്റ്. വെച്ചോളല്ല ഒരു മിനിറ്റ്. എല്ലാവർക്കും